പലപ്പോഴും എന്നോട് കമൻസിലൊക്കെ ചോദിക്കാറുണ്ട് മോക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എന്താണ്, സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എന്താണ്, അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഒക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ് ഒക്കെ വേണം എന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടി പറയാം. ഓക്കെ, പിന്നെ ഒന്ന് രണ്ട് സാധനം അല്ലാണ്ടും ഉണ്ട് കേട്ടോ, അപ്പോൾ അതും പറയാം. എനിക്ക് വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ആദ്യം കാണിച്ചു തരാം. അത് കുറച്ചേ ഉള്ളൂ, എല്ലാം കുറച്ചേ ഉള്ളൂ. ഓക്കെ, അത് ആദ്യം കാണിക്കാം. പിന്നെ ലൈറ്റ് കുറച്ച് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല, എന്നാലും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, ഇതൊക്കെ ശരിയാക്കാൻ നിന്ന് ഒരുപാട് സമയം പോവും. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ഞാനൊരു ലൂസ് പൗഡർ വാങ്ങിച്ചായിരുന്നു. അതായത് നമ്മുടെ മേബിലിൻ ഫിറ്റ്മിയുടെ കേട്ടോ, മേബിലിൻ ഫിറ്റ്മിയുടെ ലൂസ് പൗഡറാണ് ഇത്. വന്നിട്ട് എൻ്റെ ഷെയ്ഡ് 20 മീഡിയമാണ് എൻ്റെ ഷെയ്ഡ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. പ്രൈസ് ഇതിലില്ല, എനിക്ക് തോന്നുന്നു 600 700 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഞാൻ വാങ്ങിക്കുമ്പോൾ ഓഫർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു ഡെയിലി വെയർ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയ്ഡ് നോക്കി, എൻ്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞു 20 മീഡിയം ആണ് എൻ്റെ ഷെയ്ഡ്. നമ്മുടെ ആ ഒരു പോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബ്ലർ ചെയ്ത് നല്ല ഫിനിഷാണ് കേട്ടോ അതിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. പിന്നെ അടുത്ത ഞാൻ വാങ്ങിയത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഈ ഒരു കളർ, ഇത് ഇവർക്ക് ഈ സെയിം റേഞ്ചിൽ ഒരുപാട് ഇതിൻ്റെ ഷെയ്ഡ് റേഞ്ചസ് ഉണ്ട്, ഒരുപാട് പാലറ്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 6 മറ്റോ ഉണ്ട്. അപ്പോൾ ഈ കളേഴ്സായിരുന്നു എനിക്ക് ആവശ്യം, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി. 10 ഷെയ്ഡ്സ് ഉണ്ട്. ഇത് എല്ലാ പാലറ്റ്സിലും ഇതുപോലെ 10 ഷെയ്ഡ്സ് ഉണ്ട്. ന്യൂഡ്സ് ഉണ്ട്, പിന്നെ പിങ്ക് അതിൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് വാങ്ങിക്കുക. എനിക്ക് ഈ കളേഴ്സായിരുന്നു ആവശ്യം. നല്ല വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ നല്ല അടിപൊളി, ഒരു ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. പക്ഷേ അവർ ക്വാളിറ്റിയിലൊട്ടും കോംപ്രമൈസ് ചെയ്യാറില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ കണ്ടോ എന്ത് പിഗ്മെൻറ്റഡ് ആണെന്ന് മനസ്സിലായില്ലേ. എല്ലാ കളേഴ്സും അതുപോലെ തന്നെയാണ് കേട്ടോ, അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ ഷിമ്മറി ഷെയ്ഡ്സും ഉണ്ട്, അതുപോലെ തന്നെ മാറ്റ് ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ നല്ല ഒരു പാലറ്റാണ്. നിങ്ങൾക്ക് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കിനി വരുന്ന ട്യൂട്ടോറിയൽസിൽ കാണാം. പിന്നെ ഞാൻ വാങ്ങിയത് ഇത് ഒരു ബ്ലഷ് വാങ്ങിയത് ബ്ലൂ ഹെവൻ്റെ ആണ് കേട്ടോ. ഇതൊരു വൻ പരാജയമായിപ്പോയി, ഒരു ദുരന്തമായിപ്പോയി ഈ ഒരു ബ്ലഷ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 506 ആണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഒട്ടും പിഗ്മെൻറ്റഡ് അല്ല എന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ നല്ല കളറുണ്ട്, പക്ഷേ ഇതാണ്ട എടുക്കുമ്പോൾ എവിടെയെങ്കിലും വരുന്നുണ്ടോ കേട്ടോ. ഒരുപാട് നമ്മൾ എടുത്താൽ കുറച്ച് കിട്ടും, അത് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല കണ്ടോ. എത്ര എടുത്താലും ഒട്ടും. ഓക്കെ, അപ്പോൾ ഇത് മ്യൂസിക് ഫ്ലവറിൻ്റെ ഒരു ജെൽ ഐലൈനറാണ്. പക്ഷേ ഇത് നമുക്ക് കണ്ണിൽ എഴുതുന്നതിനേക്കാളും എനിക്കിഷ്ടമായത്
ഐബ്രോസിൽ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐബ്രോസിന് വേണ്ടിയിട്ട് ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഒരു പ്രോഡക്റ്റ് വേണം, ഐബ്രോ പെൻസിൽ അല്ലാണ്ട് വേണം എന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ 2 ഷെയ്ഡ്സ് തരും കേട്ടോ അവർ. ഒന്ന് ബ്രൗണും ഉണ്ട്, പിന്നെ ഒന്ന് ബ്ലാക്ക്, ഇങ്ങനെ 2 എണ്ണം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ബ്രഷും അവർ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഐബ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഇതുണ്ടോ, ഇങ്ങനത്തെ ഒരു ആംഗുലർ ബ്രഷും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാത്തൊരു പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്രഷും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് ഐബ്രോസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഐലൈനറായിട്ട് യൂസ് ചെയ്യാൻ, ജെൽ ഐലൈനറായിട്ട് യൂസ് ചെയ്യാനായിട്ട് അത്ര പിഗ്മെൻറ്റഡ് അല്ല. ഐബ്രോസിന് നമുക്ക് അത്ര പിഗ്മെൻറ്റഡ് ആവണം എന്നില്ലല്ലോ, അത് ഒരു നാച്ചുറൽ ഫിനിഷ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനാണ് എനിക്ക് ഇഷ്ടമായത്, അതേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഐസിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഞാൻ വാങ്ങിയ ഒരു കാജലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ ട്രൈ ചെയ്യുന്നത് കാജൽ. ഇത് സ്റ്റേക്ക് വെക്കിയുടെ ഒരു ബാഡാസ് കാജൽ. അത്യാവശ്യം നല്ല ബ്ലാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിംഗ് പവറും കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഞാൻ എന്തായാലും ട്രൈ ചെയ്തതിന് ശേഷം പറയാം. പിന്നെ ഞാൻ വാങ്ങിയൊരു പ്രോഡക്റ്റ് നമ്മുടെ ലോറിയലിൻ്റെ ഈ ഒരു മൈക്രോ എസൻസ് ആണ്. കുറേ പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോറിയലിൻ്റെ പ്രോഡക്ട്സ് ട്രൈ ചെയ്യാനായിട്ട്. ഞാൻ ഒരിക്കൽ കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേ പേര് പറഞ്ഞു, പുതിയ പ്രോഡക്ട്സ്, പുതിയ ബ്രാൻഡ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് ലോറിയലിൻ്റെ. അപ്പോൾ ഇത് ഞാനും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ. ഞാൻ ചെറിയൊരു പാക്കാണ് വാങ്ങിയത്, ഇതിൻ്റെ ഏറ്റവും ചെറിയ സൈസാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത് എനിക്ക് വർക്ക് ആവോ ഇല്ലയോ എന്നുള്ളത് നോക്കണമല്ലോ. പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ സ്കിന്നിന് മാച്ച് ആയില്ലെങ്കിൽ കാര്യമില്ലല്ലോ. ഇത് അത്യാവശ്യം ഭയങ്കര പ്രൈസി ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ചെറുത് വാങ്ങി നോക്കി, പക്ഷേ അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് യൂസ് ചെയ്തതിൽ ഇഷ്ടമായി. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ കുറച്ചുകൂടി യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാം. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് വാങ്ങി, അത് ഞാൻ എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് വാങ്ങിയത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് NYBയുടെ ഇത് ഇവരുടെ പുതിയൊരു റേഞ്ചാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ലിങ്ക് കൊടുക്കാം. ആസ് യൂഷ്വൽ ന്യൂഡ് ഷെയ്ഡാണ്. ഇതല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഈ ലൈറ്റിൽ ഇങ്ങനെ തോന്നുന്നതാണ്, ആക്ച്വലി ഇത് വേറൊരു കളറാണ്. നല്ലൊരു ന്യൂഡ്, ഒരു ഡെയിലി വെയർ ഷെയ്ഡാണ്. ഇനി 2-3 പ്രോഡക്ട്സ് കാണിക്കാനുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊരെണ്ണം വന്നിട്ട് ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഇത് ആക്ച്വലി ഒരു LED ലൈറ്റാണ്. LED ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇപ്പോൾ കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു 2 ക്യാൻഡിൽ ഹോൾഡേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ക്യാൻഡിൽസ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കുറച്ചുകൂടി റിസ്ക്കാണ്. എപ്പോഴും കത്തിച്ചിട്ടൊക്കെ വെക്കണം, ടൈമും മെനക്കേടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തപ്പിയപ്പോൾ എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് LED ബാറ്ററിയിൽ വരുന്ന ക്യാൻഡിൽസാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് കാണിച്ചു തരാം. നമ്മുടെ ക്യാൻഡിൽ കണ്ടോ, കാണാൻ ഒറിജിനൽ ക്യാൻഡിൽ പോലെ തന്നെയുണ്ട്. പക്ഷേ ഇവിടെയാണ് ഇത് കണ്ടോ, ഇത് ഈ ഒരു ലൈറ്റിൽ അതിൻ്റെ ഭംഗി അറിയില്ല, പക്ഷെ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് എനിക്കിഷ്ടമായി. ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത്രയ്ക്ക് റിവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, വേണോ വേണ്ടയോ എന്നൊക്കെ. എന്തായാലും ഓർഡർ ചെയ്തു. പക്ഷെ സംഭവം കൈ കിട്ടിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്ററി മാറ്റാൻ പറ്റും, നമ്മുടെ വാച്ചിലൊക്കെ ഇടുന്ന പോലത്തെ ബാറ്ററിയാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റാം. ഇതിൽ എത്ര പീസ് ഉണ്ടെന്ന് വെച്ചാൽ 10-12 ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം കേട്ടോ, എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം.
അപ്പോൾ അത്യാവശ്യം ചെറിയൊരു സെലിബ്രേഷനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കുറച്ച് പേർക്കെങ്കിലും. അപ്പോൾ ഇതറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ആ ക്യാൻഡിൽ ഹോൾഡർ ഇവിടെ ഇല്ല കേട്ടോ, അപ്പുറത്തെ റൂമിലാണ്. ഞാൻ അതിൻ്റെ പിക്ചർ കൊടുക്കാം, അതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. അതും നല്ലതായിരുന്നു, ഗ്ലാസിൻ്റെ ആണ്. അതും കൊള്ളാം കേട്ടോ, അവർക്ക് ഒരുപാട് ഡിസൈൻ ഉണ്ട് അതിൽ. അപ്പോൾ ഇതാണ് ഒരു സംഭവം. അപ്പോൾ നിങ്ങൾ വേണമെന്ന് വെച്ചാൽ വാങ്ങിക്കോളൂ. കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സും ട്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ റിവ്യൂ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം. ഇനി ഇത് നിങ്ങൾ ചോദിക്കാൻ വഴിയുണ്ട്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോസിൽ, ഇപ്പോൾ ലാസ്റ്റ് ഇട്ട് 1-2 വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി പിമ്പിൾസ് ഇപ്പോൾ കൂടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നാമത്തെ റീസൺ ഫുഡാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഫുഡ് അടിയാണ്. അതും മധുരം കൂടുതൽ കഴിക്കുന്നുണ്ട്, ഷുഗർ കൂടുതൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിലും കേക്ക്, ഈ ഓണം സമയത്ത് തുടങ്ങിയാണ് കേട്ടോ. ഓണം, മോളുടെ ബർത്ത്ഡേ ആ ഒരു സമയത്ത് ഓണം പായസം, കേക്ക്, ചോക്ലേറ്റ് അങ്ങനെ അങ്ങ് തുടങ്ങി. അപ്പം ഇതൊക്കെ കൂടുതൽ കഴിച്ചാൽ തീർച്ചയായിട്ടും അതിപ്പോൾ ആരാണേലും നമുക്ക് നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഷുഗർ കൊണ്ട് മാത്രം ഇത്രയും വരില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, മുട്ട കഴിക്കുമ്പോൾ എനിക്ക് പിമ്പിൾസ് വരും. അതിപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞത് മുതലാണ് എനിക്ക് ഈ ഒരു പ്രശ്നം. ഇതിന് മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നേ ഇല്ല. അപ്പോൾ ഇതിപ്പോൾ 1 വർഷമായില്ലേ ഡെലിവറി കഴിഞ്ഞിട്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിങ്ങനെ പരീക്ഷിച്ച് നോക്കി. കുറേ നാൾ കഴിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും ഇങ്ങനെ കഴിച്ചു. അങ്ങനെ നോക്കി ലാസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചു ഇതാണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 1-2 വീഡിയോസൊക്കെ ചെയ്തപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫുഡിനൊക്കെ അലർജി ഉണ്ടോ? ഇത് അലർജി എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ ഇറിറ്റേഷൻ, ചൊറിച്ചിലോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ പിമ്പിൾസ് വരുന്നുണ്ട്. ഒരു ദിവസം കഴിച്ചാലും വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ വീണ്ടും ഞാൻ നിർത്തി വെച്ചൊക്കെയാണ്, നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെമഡീസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അതും വർക്കൗട്ട് ആവുന്നതൊക്കെ ഞാൻ പറയാം കേട്ടോ. പുതിയ സ്കിൻ കെയർ പ്രോഡക്ട്സൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഇനി നമുക്ക് മോക്ക് വാങ്ങിയ ഞാൻ 1-2 പ്രോഡക്ട്സ്, ആക്ച്വലി 1-2 ഒന്നും ഇല്ല, ഒരു പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിയത്. ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് കൊണ്ട് എനിക്ക് വേറെ 2 പ്രോഡക്റ്റ്സ് വാങ്ങേണ്ടി വന്നു. ഇതിപ്പോൾ നടന്ന സംഭവമല്ല, ഞാൻ പറയാം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ വാങ്ങിയത്. സെബാമെഡിൻ്റെ ഈ ഒരു ഫേസ് ആൻഡ് ബോഡി വാഷ് ഫോം. അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ സ്കിൻ കെയർ വീഡിയോസ്, മോക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ-ഇൻ-ലോ US-ലാണ്. അപ്പോൾ അവൾ കൊണ്ടുവന്നിട്ടുള്ള പ്രോഡക്റ്റ്സാണ് അവൾ ജനിച്ച സമയം മുതൽ യൂസ് ചെയ്ത് ഇത്രയും നാൾ, ഇപ്പോൾ 1 വയസ്സ് വരെയും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ 1 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ വീട്ടിലെ എല്ലാമൊക്കെ ഫുഡാണെങ്കിലും ഒക്കെ കൊടുത്തു തുടങ്ങും, കുറച്ചുകൂടെ ആൾ വലുതാവുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇനി ഇവിടുത്തെ പ്രോഡക്ട്സ് നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ഈസിലി പെട്ടെന്ന് കിട്ടാനും, ഇത് ആമസോണിലൊക്കെ കിട്ടും അവിടുത്തെ പ്രോഡക്ട്സ്. എന്നാലും ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിന് മുന്നേ സെബാമെഡിൻ്റെ ഷാംപൂ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ മോക്ക്. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ കുട്ടിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് സെബാമെഡിൻ്റെ പ്രോഡക്ട്സ്, ഹിമാലയയുടെ പ്രോഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷാംപൂ ട്രൈ ചെയ്ത് നോക്കി. അത് അവൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബോഡി വാഷ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് മോക്ക് പറ്റിയില്ല, അവൾക്കിത് അലർജി വന്നു. അങ്ങനെ ഇതിപ്പോൾ ഞാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 400 ml-ന് 900 rupees-ആണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് വാങ്ങി, ഇപ്പോൾ ലാസ്റ്റ് ഞാനാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ കളയും, 1000 രൂപയോളം ആയില്ലേ. ഇതിപ്പോൾ എങ്ങനെ കളയും എന്ന് വെച്ചിട്ട് ഇപ്പോൾ കുളിക്കാൻ ഞാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഈ പ്രോഡക്റ്റോ ഈ ബ്രാൻഡോ മോശമാണെന്നല്ല പറയുന്നത്, നല്ല ബ്രാൻഡാണ്, ഒരുപാട് പേരുണ്ട് യൂസ് ചെയ്യുന്നത്. എനിക്കും അറിയാം, ഞാനും ഇവരുടെ പ്രോഡക്റ്റ്സ് ഷാമ്പു ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക്, അതിനൊരു പ്രശ്നമില്ല. പക്ഷേ ഇത് അവൾക്ക് അലർജി വന്നു യൂസ് ചെയ്തപ്പോൾ. വേറെ പ്രോഡക്റ്റ്സ് ഒന്നും അപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പുതിയതായിട്ട്, വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ ബോഡിയിലൊക്കെ ഇങ്ങനെ ചുമന്നിട്ട്, അപ്പോൾ ഈ ഒരു സമയത്ത് ഹോസ്പിറ്റലിലും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ വീഡിയോ കോൺഫറൻസിങ് ഉണ്ടല്ലോ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട്, അപ്പോൾ അങ്ങനെയൊക്കെ
വിളിച്ച് കൺസൾട്ട് ചെയ്തു. അങ്ങനെ അവർ വേറെ കുഴപ്പമൊന്നുമില്ല, മരുന്നൊന്നും തന്നില്ല. ജസ്റ്റ് ഒരു ബോഡി ലോഷനും വേറൊരു സോപ്പ് പറഞ്ഞു തന്നു. ആ സോപ്പ് ഞാൻ ഇതിനു മുന്നേ നിങ്ങൾക്ക് വീഡിയോസിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. എനിക്കറിയാം വളരെ നല്ല പ്രോഡക്റ്റാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സ് കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്, പ്രോഡക്റ്റാണ്. ഇതാണ് കേട്ടോ, ടെഡി ബാറിൻ്റെ ഈ ഒരു ടെഡി ബാറിൻ്റെ സോപ്പാണ്. അപ്പോൾ ഇതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ മോൾക്ക് ഇതാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു സോപ്പ്. അതിൻ്റെ കൂടെ അവർ പറഞ്ഞാണ് ഈ സെറ്റഫെലിൻ്റെ ബോഡി ലോഷൻ. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മോൾക്ക് യൂസ് ചെയ്യുന്ന ബേബി ഗാനിക്സിൻ്റെ US ബ്രാൻഡ്. അപ്പോൾ അതിലെനിക്ക് ലോഷൻ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ വേറെ പ്രശ്നമൊന്നുമില്ല, അതും ഇതും ഇപ്പോൾ മാറി മാറി യൂസ് ചെയ്യും. പക്ഷേ ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്, അലർജി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു സെറ്റഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റഫിൽ പ്രോഡക്ട്സ് നമുക്ക് വലിയവർക്കാണെങ്കിലും നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ സെറ്റഫിൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. ഡെർമറ്റോളജിസ്റ്റൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു ബോഡി ലോഷനും ഞാൻ മോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതും നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞതിൽ ഈ ഒരു ബ്രാൻഡ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, കാരണം ഞാൻ അപ്പോൾ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ എല്ലാ കുട്ടികൾക്കും എല്ലാം വർക്ക് ചെയ്യില്ല. വലിയവരുടെ കാര്യം പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന പ്രോഡക്റ്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ട് ആവണം എന്നില്ല. ഓക്കെ, അതൊരിക്കലും നമുക്ക് ആ ഒരു ബ്രാൻഡിൻ്റെ കുഴപ്പമോ ആ ഒരു പ്രോഡക്റ്റ് മോശമായതുകൊണ്ടോ അല്ല, നമുക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ്, ആ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഒരു കുഞ്ഞ് ഹോൾ വീഡിയോ. ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്, ഇപ്പോൾ മഴ കുറവുണ്ട്. അപ്പോൾ മഴയില്ലാത്ത സമയം നോക്കി ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, എന്നാലല്ലേ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മഴയില്ലാത്ത സമയം നോക്കിയപ്പോൾ ലൈറ്റ് പോയി. ഇവിടെ ഇപ്പോൾ രാത്രിയായി, സമയം 9 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മോൾ ഉറങ്ങുമ്പോൾ രാത്രി ലേറ്റ് ആവും. എന്തായാലും മെയിനായിട്ട് എനിക്ക് ഈ ഒരു ഹോൾ വീഡിയോ നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഞാനിതൊക്കെ എടുത്ത് തിരിച്ചുകൊണ്ട് വയ്ക്കട്ടെ.